അതൊന്ന് സാഹത്ത് കായ്മത്തൻ. അങ്ങനെ ഒരു പരിസമാപ്തി ഉണ്ടാകും, ഖിയാമത്ത് നാൾ ഉണ്ടാവുന്നൊന്നും എനിക്ക് വിചാരമൊന്നുമില്ല. ഇനി ഉണ്ടെന്ന് വന്നാൽ തന്നെയും അവിടെയും ഞാനായിരിക്കും സമ്പന്നൻ. ഇതൊക്കെ പറഞ്ഞ് ഖാലഹു സാഹിബുഹു യുഹാവിറുഹു അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുല. നിന്നെ പടച്ച സംവിധാനങ്ങളൊക്കെ നൽകിയ റബ്ബിനെ നീ നിഷേധിക്കുകയാണോ എന്ന് വിശ്വാസിയാവുന്ന ആ സഹോദരൻ ഇദ്ദേഹത്തോട് സ്നേഹബുദ്ധിയ ഉണർത്തി. ലക്കിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. അത് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞു. വലൗലാ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. നിന്റെ തോട്ടത്തിലേക്ക് കയറുമ്പോൾ മാഷാ അല്ലാഹ്, എല്ലാം റബ്ബിന്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം നടക്കുന്നതാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാ, റബ്ബ് നൽകുന്നതല്ലാതെ ഒരു കഴിവും ഒരു ശേഷിയും എനിക്കില്ലെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? റബ്ബിൽ നിനക്ക് വിനയം കാണിച്ചുകൂടായിരുന്നോ? എന്റെ റബ്ബ് ചിലപ്പോൾ എനിക്ക് നിന്നേക്കാൾ നല്ലത് നന്നായിക്കും. നിന്റെ തോട്ടത്തിനുമേൽ നന്നായിട്ട് വിപത്തും അല്ലാഹു ഇറക്കിയേക്കും. ഇദ്ദേഹം വിളവെടുപ്പിന്റെ കാലം വന്നു. വിളവെടുപ്പൊക്കെ അന്ന് ഒരു ഉത്സവമാണ്. ബൈബിളിലൊക്കെ കാണാം കൊയ്ത്തുത്സവം. എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരും വന്ന് രാത്രി തയ്യാറെടുപ്പൊക്കെ നടത്തി ബാൻഡും ചണ്ടയൊക്കെ കുട്ടി എല്ലാവരും വന്ന് അതൊരു വമ്പിച്ച ഉത്സവമാണ്, കൊയ്ത്തുത്സവം. അതിനുവേണ്ടി കൊട്ടും കുരവുമായി ഇയാൾ വന്നപ്പോൾ തലേനാൾ കാറ്റടിച്ച് ഒരു പൊടി പോലും ഉപകാരപ്രദമല്ലാത്ത വിധം അത് മൊത്തം നശിച്ചു നിൽക്കുന്നത് കാണുകയാണ്. അതോടുകൂടെ തൻ്റെ നിസ്സാരത, തൻ്റെ ദൈന്യത ബോധ്യപ്പെടുന്ന മനുഷ്യൻ പിന്നെയും പിന്നെയും വളരെയേറെ വിഷമം കൊണ്ട് ഞാൻ ഇങ്ങനൊന്നും ആവാതിരുന്നാൽ വളരെ നന്നായിരുന്നു എന്ന് വിലപിക്കുന്നതാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഇത് ഭൗതികമായ സംഗതിയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നമുക്ക് ഇവിടെ അഹന്ത പാടില്ല എന്ന്. കൃഷിയിലൊക്കെ സമൃദ്ധി ഉണ്ടെങ്കിൽ, ജോലിയിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ, മക്കളുടെ വിഷയത്തിൽ നല്ല ഐശ്വര്യം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നകളിപ്പ് പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്.